പകരമായിട്ട് ഈ തന്നിരിക്കുന്ന ടേംസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് രൂപം മാറ്റി എഴുതാം. √2 നമുക്ക് വീണ്ടും √2 തന്നെയായിട്ട് എടുക്കാം. അതിനുശേഷം √8. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടാർഗറ്റ് 50 സീരീസ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ സെഷനിൽ ഈ എക്സാമിലെ മാത്സിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യം. റൈറ്റ് ദ നെക്സ്റ്റ് ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇവിടെ നമ്മൾക്കൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത ടേം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോഴെങ്ങനെയാണ് ഈ ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടേംസ് കാണാം അല്ലേ. ആദ്യം തന്നിരിക്കുന്ന ടേം √2, പിന്നെ √8, √18, √32 ഇങ്ങനെ പോകും. പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ ടേംസിന് കാണുമ്പോൾ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. അതിന് പകരമായിട്ട് ഈ തന്നിരിക്കുന്ന ടേംസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് രൂപം മാറ്റി എഴുതാം. √2 നമുക്ക് വീണ്ടും √2 തന്നെയായിട്ട് എടുക്കാം. അതിനുശേഷം √8 നമ്മൾ √2 ഭാഗമായിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം √8 എന്ന് പറയുന്നത് √4 × 2 ആണ്. 2 സ്ക്വയർ ആണ് 4 അല്ലേ. സോ √4 വാല്യൂ 2 ആയിരിക്കും. സോ ഇവിടേക്ക് നിങ്ങൾക്ക് 2√2 എന്ന് എഴുതാം. അതുപോലെ തന്നെ വീണ്ടും ഇവിടെ നമുക്ക് വരുന്നത് √18 ആണ്. √18 നമുക്ക് വീണ്ടും √9 × 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ √9 എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 9 3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 3√2 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് √32 ആണ്. √32 നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും നമുക്ക് 8 × 4 ആയിട്ട് എഴുതാം. ഓക്കെ. സോ ഇവിടേക്ക് നമ്മൾ നെക്സ്റ്റത്തെ ടേമിനെയാണ് എടുത്തെഴുതുന്നത്. അല്ലെങ്കിൽ നമുക്ക് മേ ബി 16 × 2 ആയിട്ടും എഴുതാം. രണ്ട് കേസിലും നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് കിട്ടും. സോ √16 വാല്യൂ 4 ആണ് അല്ലേ. സോ ഇതിനെ നമുക്ക് 4√2 എന്ന് എഴുതാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സീരീസിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഫോമാറ്റ് ഒന്ന് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? √2 ഉണ്ട്, അതിനുശേഷം √8 ഉണ്ട്, വീണ്ടും ഇവിടെ √18 ഉണ്ട്, അതിനുശേഷം √32 ഉണ്ട്. സോ അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് വരുന്നത് √2, അതിനുശേഷം 2√2, പിന്നെ വരുന്നത് 3√2 ആൻഡ് അടുത്തത് ഇവിടെ 4√2 ആണ് വരുന്നത്. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ എങ്കിൽ നമ്മൾ ഇവിടെ ഫോർമുലയൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അടുത്തതിന്റെ വാല്യൂ എത്രയായിരിക്കും? 5√2 ആയിരിക്കും. സോ 5√2 എന്ന് നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൽ ശരിയുത്തരം ഏതായിരിക്കും? ഇവിടേക്ക് വരുന്നതെല്ലാം തന്നെ റൂട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. √60, √70, √50 എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ 5√2 നമുക്ക് ഈ റൂട്ടിന്റെ ഉള്ളിലേക്ക് മാറ്റണമെങ്കിൽ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 × 2 സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കും ശരി ഉത്തരം. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ √50 ആണ് വരുന്നത്. സോ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള √50 ആണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ചോദ്യമാണ്. കാണുമ്പോൾ റൂട്ട് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമെങ്കിലും സോൾവ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many 2-digit numbers are divisible by 3? സോ എത്ര 2-digit numbers ആണ് 3 കൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുക? ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? സോ നമ്മളിത് ഓരോന്നും 3 വെച്ചിട്ടുള്ള ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് 2-digit നമ്പേഴ്സ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതും ഈ ഒരു ക്വസ്റ്റ്യനും അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം 3യുടെ മൾട്ടിപ്പിൾസ് 2-digit നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? 12ൽ നിന്നാണ് അല്ലേ. സോ 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. അതിനുശേഷം അടുത്ത മൾട്ടിപ്പിൾ × 5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 15 കിട്ടും. അങ്ങനെ പോയി ഏകദേശം 99 വരെയുള്ള നമ്പേഴ്സ് ആണ് 2-digit മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിട്ട് വരുന്നത് അല്ലേ. ഇനി ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനുശേഷം വരുന്ന നമ്പർ ഏതായിരിക്കും? ഇവിടെ 100 കഴിയുമ്പോഴേക്കും 3-digit ആകും. 12ന് മുമ്പുള്ളത് വീണ്ടും സിംഗിൾ ഡിജിറ്റും ആകും. ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12ലും പിന്നെ 15ലും അടുത്ത മൾട്ടിപ്പിൾ 18നും അങ്ങനെ പോയി 99 വരെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. 3യുടെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് +3 ആണ്. സോ ഒരു നമ്പറിന്റെ കൂടെ ഒരു സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീരീസ് എന്താണ്? നമ്മൾ നേരത്തെ കണ്ട പോലെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. സോ അപ്പോൾ ഇതിനെ നമുക്കൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ഇവിടെ നമുക്ക് കിട്ടുന്നത് ദാ ഇവിടെ 12 ആയിരിക്കും. അതുപോലെ നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 99 ആയിരിക്കും. ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇവിടെ 3 ആയിട്ടാണ് കിട്ടുന്നത്. therefore കോമൺ ഡിഫറൻസ് ഇവിടെ 3 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ ലാസ്റ്റ് ടേമിനെ അല്ലെങ്കിൽ nth ടേമിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? an is equal to അല്ലെങ്കിൽ nth ടേം വിൽ ബി ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഫോർമുലയിലേക്ക് ഈ വാല്യൂസിന് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം 99 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a, ഒന്നാമത്തെ ടേം 12 പ്ലസ് n മൈനസ് 1, 3 മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു ഡിയുടെ വാല്യൂ ഇവിടെ 3 ആണ് വരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് നമുക്ക് 99 അതിനുശേഷം മൈനസ് ഓഫ് 12നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടേക്ക് 3n മൈനസ് ഓഫ് 3യും കിട്ടും. ഇങ്ങോട്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 99 മൈനസ് ഓഫ് 12 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 3n എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എന്നിന്റെ വാല്യൂ എത്രയാണ് ഇവിടേക്ക് കിട്ടുക എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്താൽ മാത്രം മതി. ആദ്യം 99ഉം 3യും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടേക്ക് വാല്യൂ എത്രയായിരിക്കും കിട്ടുന്നത്? 102 ആയിരിക്കും കിട്ടുന്നത്. 102ൽ നിന്നും നമ്മുടെ 12 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആൻസർ 90 കിട്ടും അല്ലേ. therefore 90 is equal to 3n. അപ്പോൾ എന്നിന്റെ വാല്യൂ 90 ഡിവൈഡഡ് ബൈ 3. therefore n is equal to 30 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ എത്ര വാല്യൂസ് ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾസ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട് ഇവിടെ 30 എണ്ണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈസിലി ഈ ക്വസ്റ്റിന്റെ ആൻസറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A person crosses a 600-meter long street in 5 minutes. What is his speed in km/h? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. നമുക്കിവിടെ സ്പീഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ സ്പീഡ് കണ്ടുപിടിക്കേണ്ടത് km/hലാണ് തന്നിരിക്കുന്നത്. മീറ്ററിലും അതുപോലെ തന്നെ മിനിറ്റ്സിലുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക നോക്കാം. മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 18/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ പക്ഷേ അത് പറ്റില്ല അല്ലേ. മീറ്ററും മിനിറ്റും ആയതുകൊണ്ടാണ്. സോ നമുക്ക് സ്പീഡിന്റെ ഫോർമുല ജസ്റ്റ് എടുത്ത് എഴുതാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 600 meters ആണ്. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 5 minutes ആണ് അല്ലേ. അപ്പോൾ ഇതിനെ മാറ്റണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? km/hലേക്ക് മാറ്റണം. സോ 600നെ നമുക്ക് ഒരു 1 kilometer is equal to വാല്യൂ എത്രയാണ്? 1000 meters ആണ് അല്ലേ. സോ 600 ഡിവൈഡഡ് ബൈ 1000 നമുക്ക് എടുക്കണം. അതിനുശേഷം 1 hour is equal to 60 minutes ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 60 minutes നമുക്ക് ഇവിടേക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. ഇവിടെയുള്ള 2 സീറോയും ഇവിടെയുള്ള 2 സീറോയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇവിടേക്ക് 6/10 അതിനുശേഷം 5/16നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 6/10 അതിനുശേഷം നമ്മുടെ 5/60 എന്നുള്ളത് ഇവിടേക്ക് 60 ഡിവൈഡഡ് ബൈ 5 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിനെയും നമുക്ക് ഈസിലി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 36 ഡിവൈഡഡ് ബൈ 5 ആണ്. ഒരു നമ്പറിനെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 10 into 2 ആണ് അല്ലേ. സോ ഡബിൾ എടുക്കുക, 10ന്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ബേസിക്കലി ഒരു നമ്പറിനെ നിങ്ങൾക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇരട്ടി എടുക്കുക, എന്നിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിൽ നിന്നും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് 36ന്റെ ഇരട്ടി എത്രയാണ്? 72 ആണ്. ഒരു ഡെസിമൽ വാല്യൂ അല്ലെങ്കിൽ ബൈ 10 ചെയ്താൽ നമുക്ക് ഇവിടേക്ക് എത്ര കിട്ടും? 7.2 കിട്ടും അല്ലേ. സോ 7.2 km/h ആണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. ഇനിയിപ്പോ ഒരു നമ്പറിനെ നിങ്ങൾക്ക് 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചോ, എങ്ങനെയാ സോൾവ് ചെയ്യുക? ഇതുപോലെ എടുക്കേണ്ട കാര്യമുണ്ടോ? ആ നമ്പറിന്റെ പകുതി എടുക്കുക, അതിനുശേഷം 0 ഇട്ട് കൊടുക്കുക. ഇതിന്റെ പകുതി 9, ഒരു 0 ഇട്ട് കൊടുത്താൽ 90 കിട്ടും. ഓക്കെ, മേ ബി ഇനിയിപ്പോൾ ഇച്ചിരി വലിയ നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കരുത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ 126 ആണ്, ഇൻറ്റു 5 ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് കരുതും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിന്റെ പകുതി എടുക്കാം. 126ന്റെ പകുതി 63 അല്ലെ, ഒരു 0യും കൂടെ ഇട്ട് കൊടുത്താൽ 630 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5ന്റെ ഷോർട്ട് കട്ട്. ഇനി ഡിവിഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്?
പകുതിക്ക് പകരം ഇരട്ടി എടുക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A completed the school project in 20 days. How many days B take to complete the same work if he is 25% more efficient than A? അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സ്കൂൾ പ്രോജക്റ്റ് ചെയ്യാൻ എടുത്ത സമയം 20 ദിവസമാണ്. ഇനി അങ്ങനെയെങ്കിൽ ബി എടുക്കുന്നത് എത്ര നമ്പർ ഓഫ് ഡേയ്സ് ആയിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇഫ് ഹി ഈസ് 25% മോർ എഫിഷ്യന്റ് ദാൻ എ, എനേക്കാളും 25% എഫിഷ്യൻസി ബിക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ടൈമും എഫിഷ്യൻസിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. എന്തുകൊണ്ടാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരുന്നത്? ഒരാൾ കൂടുതൽ എഫിഷ്യന്റ് ആണെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യാൻ കുറച്ച് സമയം മതി, അല്ലെ? അല്ലെങ്കിൽ ഒരാൾ കുറച്ച് എഫിഷ്യന്റ് ആണെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടി വരും. സോ ഇവിടെ ബിക്ക് എഫിഷ്യൻസി കൂടുതലായതുകൊണ്ട് ബി ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം ഡെഫിനറ്റ്ലി എനേക്കാൾ കുറവായിരിക്കും, അല്ലെ? അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ബി ഇസ് 25% മോർ എഫിഷ്യന്റ് ദാൻ എ എന്നാണ് നമുക്ക് ഇവിടേക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റാൻ നോക്കാം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് അറിയില്ല, നമുക്ക് മേ ബി തൽക്കാലം അത് എക്സ് ഡേയ്സ് ആണ് എന്ന് കരുതും. ഓക്കെ, അപ്പൊ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എത്രയാണ് നമുക്ക് ഇവിടേക്ക് തന്നിരിക്കുന്നത്? ഇവിടെ എഫിഷ്യൻസി ഓഫ് എ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് ബി എങ്ങനെയാണ് നമുക്ക് എടുക്കുക? ഒരാളെക്കാളും മറ്റേ ആൾ 25% കൂടുതലാണ്, അല്ലെ? സോ ഒരാളുടെ 1 ആണെങ്കിൽ അടുത്ത ആളുടെ 1.25 ആണ്, അല്ലെങ്കിൽ മേ ബി നമുക്ക് 100 ഡിവൈഡഡ് ബൈ 125 ആണെന്ന് പറയാം. സോ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ മേ ബി നമ്മൾ 25 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാല്യൂ ഇവിടെ എത്രയായിരിക്കും കിട്ടുന്നത്? 25 വെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 4ഉം ഇവിടെ 5ഉം കിട്ടും, അല്ലേ? സോ അവരുടെ എഫിഷ്യൻസി റേഷ്യോ 4:5 ആണ്. സോ എഫിഷ്യൻസി ഓഫ് എ divided by efficiency of B is equal to 4:5. So എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ടി ബി ഡിവൈഡഡ് ബൈ ടി എ ആയിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയാണ് ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 4 divided by 5 is equal to time taken by B ഇവിടെ എത്രയായിരുന്നു? x days ആണ്. time taken by A എന്ന് പറയുന്നത് 20 days ആണ്. Therefore x is equal to ഇവിടേക്ക് 5 into 20 divided by 4 into 20 divided by 5 ആണ് വാല്യൂ ആയിട്ട് വരുന്നത്. 5 into അല്ല കേട്ടോ, 4 into ആണ്. 20 divided by 5 ആയിട്ടാണ് ഇവിടെ വരുന്നത്. സോ അതിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 5. 18 5 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇരട്ടി എടുക്കാം, ഡെസിമൽ മാറ്റാം, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ 16 കിട്ടും. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 16 ആണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ സ്റ്റെപ്സ് ഒക്കെ വിശദീകരിച്ച് തന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഒരാള് മറ്റൊരാളെക്കാൾ 25% എഫിഷ്യൻസി കൂടുതലാന്ന് വെച്ചാൽ ഒരാൾ 4 യൂണിറ്റ് ജോലി ചെയ്യുമ്പോൾ അടുത്തയാൾക്ക് 5 യൂണിറ്റ് ജോലി ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നിങ്ങളുടെ റേഷ്യോ ഇവിടെ 4:5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അവരുടെ ടൈമിനെ നിങ്ങൾ അതേപോലെ തന്നെ എടുക്കുക, എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് ഈസിലി ആൻസർ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്സിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. അതില്ലാതെയും നിങ്ങൾക്ക് ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the compound interest on rupees 48,000 for 1 year at 8% per annum when compounded half yearly. So കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആനുവലി അല്ല, പകരം ഹാഫ് ഇയർലി ആണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? സോ ശ്രദ്ധിച്ച് നോക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമ്മൾ സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുന്നത് പോലെയല്ല. അതിന്റെ ഡിഫറൻസ് എങ്ങനെയാണ് നമുക്ക് സാധാരണ പറയാൻ പറ്റുക? ഡിഫറൻസ് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ആയിട്ടുള്ള ഒരു ഫോർമുലയില്ല. നമ്മൾ പകരം ഇവിടെ സാധാരണ അമൗണ്ടിന്റെ ഫോർമുലയാണ് യൂസ് ചെയ്യാറ്, അല്ലെ? അപ്പൊ അമൗണ്ടിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാമായിരിക്കും. അമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r ഡിവൈഡഡ് ബൈ 100 ദി ഹോൾ പവർ ടി. ഇത് നമ്മൾ ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. അതേസമയം നമ്മൾ ഹാഫ് ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലോ, ഹാഫ് ഇയർലി എന്ന് വെച്ചാൽ 6 മാസം കൂടുമ്പോൾ ഒരു സൈക്കിൾ ആവും, അല്ലെ? അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് എത്രയാണോ അത് നേരെ പകുതിയാകും, ടൈം നേരെ ഇരട്ടിയും ആകും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുകയാണ്.
പ്രിൻസിപ്പാൾ ഇസ് ഈക്വൽ ടു 48,000 റുപ്പീസ് ആണ്. ഇവിടെ റേറ്റിന്റെ വാല്യൂ 8% ആണ്. പിന്നെ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ 1 ഇയർ ആണ് അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഞാൻ ഇവിടേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് 48,000 കിട്ടും. അതിനുശേഷം 1 പ്ലസ് റേറ്റ് എത്രയാണ്, 8 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 100 ദി ഹോൾ പവർ t 2 into 1 ആണ് വരുന്നത്. അപ്പോൾ 2 തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും 48,000 വരും. അതിനുശേഷം ഇവിടേക്ക് 8/2 ചെയ്താൽ 4 വരും അല്ലേ. അപ്പോൾ നമുക്ക് 104 ആണ് ഇവിടേക്ക് വാല്യൂ വരുന്നത്. ഇവിടേക്ക് 4/100 വരുന്ന സമയത്ത് 104 വരും. ഡിവൈഡഡ് ബൈ 100 ദി ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ വാല്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക? വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 104നെ പകുതിയൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് വാല്യൂ ആയിട്ട് കിട്ടുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അല്ല, മേ ബി നമുക്ക് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 24 കിട്ടും, അല്ല 25 കിട്ടും. അതുപോലെ തന്നെ ഇവിടേക്ക് നമുക്ക് വരുന്നത് 26 കിട്ടും അല്ലേ. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പക്ഷേ അതല്ലാതെ ഇത് സോൾവ് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 104ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 100ന്റെ പരിസരത്തുള്ള നമ്പറാണ്. ഫോർ എക്സാമ്പിൾ 100 പ്ലസ് ഇത്ര നമ്പർ അല്ലെങ്കിൽ 100 മൈനസ് ഇത്ര നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 100 പ്ലസ് 4 ആയതുകൊണ്ട് 100 പ്ലസ് 4 ആയിട്ട് മാറ്റി എഴുതുക. 4ന്റെ സ്ക്വയർ ഇവിടെ എത്രയാണ്, 16 ആണ്. എന്നിട്ട് അതേ 4നെ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ എത്ര കിട്ടും, 108 കിട്ടും അല്ലേ. സോ 10816 ആണ് ഇതിന്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, ഇനി അതേസമയം നിങ്ങൾക്ക് 100 മൈനസ് 4 96ന്റെ സ്ക്വയർ ആണ് വേണ്ടതെങ്കിലോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം 100 മൈനസ് ഓഫ് 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 16ഉം പിന്നെ ഈ തന്നിരിക്കുന്നത് 96ൽ നിന്നും നമ്മൾ 4 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 92 കിട്ടും. സോ 9216 ആണ് അന്നേരം നമുക്ക് സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് 100ന്റെ ഏകദേശം അടുത്ത റേഞ്ചിലുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 15ന്റെ റേഞ്ചിലുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 25ന്റെ അടുത്തുള്ള ഒക്കെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സെഷൻ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. ഒരേ ക്വസ്റ്റിനിൽ തന്നെ എല്ലാ ഷോർട്ട് കട്ട്സും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പം ക്ലാസ് ഒത്തിരി ലെങ്തി ആയി പോകും. ഓക്കെ, ഷോർട്ട് കട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് സെഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 48,000 ആണ് അല്ലെ, ഇൻറ്റു 10816 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടേക്ക് എടുക്കുന്നത്. സോ ഇതിനെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയാം. സോ അപ്പോൾ ഇവിടെ 4.8ഉം അതുപോലെ തന്നെ 10816ഉം ആണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മൾ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും, നമുക്ക് 26ന്റെ സ്ക്വയർ കിട്ടിയാൽ മതി സിംപ്ലിഫൈ ചെയ്താൽ. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ 25ന്റെ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10816ഉം പിന്നെ 48ഉം ആണ് നമുക്ക് ആദ്യം ഇവിടേക്ക് വേണ്ടത്. സോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം 10816നെ 8 വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടേക്ക് 48 വരും, ഇവിടേക്ക് 2 വരും, നെക്സ്റ്റ് വീണ്ടും ഇവിടേക്ക് 5 6 വരും, ആൻഡ് 86528 ആണ് ഇവിടേക്ക് വാല്യൂ ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ഇതിനെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് 2 ആണ് വരുന്നത്, വീണ്ടും 6 വരും, 32 ആണ് വരുന്നത്. സോ നെക്സ്റ്റ് ഇവിടേക്ക് 4 വരും അല്ലേ. സോ 43264 ആണ് വാല്യൂ ആയിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള അഡിഷൻ ആണ്, നോർമൽ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡിവൈഡ് ഒക്കെ ചെയ്ത് നോക്കുക. ഇവിടേക്ക് നമുക്ക് വാല്യൂ നെക്സ്റ്റ് ഇവിടേക്ക് 9 വരും, 519168 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു ഡെസിമൽ പോയിന്റ് മാത്രമേ ഇങ്ങോട്ട് വരും അല്ലേ. സോ നമ്മുടെ ആൻസർ 51916.8 വരും. ഇത് നമ്മുടെ amount ആണ് അല്ലേ. പക്ഷെ നമുക്ക് ഇവിടേക്ക് വേണ്ടത് amount ആണോ? അല്ല, നമുക്ക് വേണ്ടത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ നമുക്കറിയാം CI is equal to amount minus of principal. സോ ഇവിടെ തന്നിരിക്കുന്ന 51916.8 മൈനസ് ഓഫ് ഇവിടുത്തെ വാല്യൂ എത്രയായിരുന്നു, 48,000 ആയിരുന്നു. 0.0 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുക എന്ന് നോക്കാം. ഇവിടെ നമുക്ക് 3916.8 കിട്ടും. സോ അതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഏതാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഓപ്ഷൻ നമ്പർ ഡി, 3916.8 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. സിമ്പിൾ കാൽക്കുലേഷൻ വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഷോർട്ട് കട്ട്സ് അറിയാമെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് ആൻസർ കിട്ടും. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The rate of rupees 8 to 80 paise is equal to dash. അപ്പോൾ ഇത് 8 to 80 എന്ന് കാണുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് 1:10 എന്ന് സെലക്ട് ചെയ്യാനായിട്ട് തോന്നും. പക്ഷേ അങ്ങനെ നിങ്ങൾ ആരും ചെയ്യരുത്. കാരണം 8 rupees അല്ല നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, അല്ല 8 പൈസ അല്ല, നമുക്ക് 8 rupees ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 8 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എത്രയാണ്? 800 പൈസയാണ് അല്ലേ. സോ ഞാൻ ഇവിടെ ആദ്യം അത് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 800 പൈസ ഡിവൈഡഡ് ബൈ 80 പൈസ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 10:1 ആണ് വരിക. സോ നമുക്കത് കൺഫ്യൂഷൻ വരാൻ വേണ്ടി 1:10 തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് മാർക്ക് ചെയ്താൽ ആൻസർ തെറ്റിപ്പോകും. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമീര purchased 3.5 kilogram apple and 3/4 kilogram orange. What is the total weight of the fruits purchased by her? സിമ്പിൾ ചോദ്യമാണ്. ആദ്യം 3.5 കിലോ ആപ്പിൾ വാങ്ങിച്ചു, പിന്നെ 4.25 കിലോ ഓറഞ്ച് വാങ്ങിച്ചു. രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 3ഉം 4ഉം ആഡ് ചെയ്താൽ 7 കിട്ടും. അരയും 3/4 കൂടെ ആഡ് ചെയ്താൽ 1.25 കിട്ടും അല്ലേ. അപ്പൊ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 1 8. ഇവിടെ 1.25 എന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ 8.25 കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 8.25 ആണ് ഈ ക്വസ്റ്റ്യന്റെ ശരി ഉത്തരമായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊന്നും ആക്ച്വലി നമുക്ക് പേനയും പേപ്പറും റഫ് പേപ്പേഴ്സിന്റെയോ അല്ലെങ്കിൽ റഫ് വർക്കിന്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം. The area of a rhombus is 240 centimeter square and one of the diagonals is 16 centimeter. Find the other diagonal. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു റോംബസിന്റെ കാര്യമാണ് തന്നിരിക്കുന്നത്. ഏരിയസ് ആൻഡ് വോള്യൂം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്ന ഷേപ്പ് ഒരു റോംബസ് ആണ് അല്ലെ. റോംബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം സ്ക്വയർ പോലെ 4 സൈഡും ഈക്വൽ ആയിരിക്കും, പക്ഷെ 90 ഡിഗ്രി ആയിരിക്കില്ല ഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ റോംബസിന്റെ 2 ഡയഗണൽസിന്റെ വാല്യൂ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഒരു ഡയഗണലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. ഡയഗണൽ 1 is equal to 16. അങ്ങനെയെങ്കിൽ ഡയഗണൽ 2 is equal to എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ മൊത്തത്തിലുള്ള ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 240 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. നമുക്ക് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല അറിയാമെങ്കിൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടുന്ന ഫോർമുലയാണ്. ക്വസ്റ്റ്യൻ ആണ് ഏരിയ ഓഫ് എ റോംബസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഹാഫ് ഇൻറ്റു ഡയഗണൽ 1 ഇൻറ്റു ഡയഗണൽ 2 അല്ലെ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത്. സോ 240 is equal to ഹാഫ് ഇൻറ്റു ഡയഗണൽ 1 തന്നിട്ടുണ്ട് 16, ഡയഗണൽ 2 എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് 8 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 കിട്ടും. Therefore diagonal 2 is equal to 240 divided by 8 ആണ്. Therefore diagonal 2 is equal to 30 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 30 സെന്റിമീറ്റേഴ്സ് ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നമുക്ക് പേനയും പേപ്പറും ഒന്നും ആവശ്യമില്ല എന്ന് തന്നെ പറയാം അല്ലെ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇസ് സ്മോളസ്റ്റ്? 4 എണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് 11/9, അടുത്തത് 11/7, 11/10 ആൻഡ് 11/6. ഇതിൽ ഏതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ? ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന്റെയൊക്കെ ന്യൂമറേറ്റർ പാർട്ട് സെയിം ആണ് അല്ലെ. ന്യൂമറേറ്റർ പാർട്ട് സെയിം ആവുന്ന സമയത്ത് അതിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഷ്യന്റ് വലുതാകും, വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് ചെറുതാകും അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ 10/2 ചെയ്താൽ നിങ്ങൾക്ക് 5 കിട്ടും, അതേസമയം 10/5 ചെയ്താൽ നിങ്ങൾക്ക് 2 കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ചെറുതാകും തോറും ആൻസർ വലുതാകും അല്ലെ. ഇത് ചെറുതാകും തോറും ആൻസർ വലുതാകും. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഡിനോമിനേറ്റർ വലുതാകും തോറും ആൻസർ ചെറുതാകും. സോ അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ളത് 10 ആണ്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ആയിട്ടും വരുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള റീസൺ എന്താണ്? റീസൺ എത്രയേ ഉള്ളൂ, ഇതിന്റെ എല്ലാം ന്യൂമറേറ്റർ സെയിം ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തത്. ഇല്ലെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഞാൻ ഒരു ചെറിയ ഷോർട്ട് കട്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഞാനിവിടെ 4/5 എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടേക്ക് എടുക്കുന്നത് വീണ്ടും 5/6 ആണ്. അപ്പൊ ഇതിൽ ഏത് ഫ്രാക്ഷൻ ആണ് വലുത് എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? 4/5 ആണോ അതോ 5/6 ആണോ? പെട്ടെന്ന് ഇതുപോലെയുള്ള ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന്
ഇതിനെ നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ 24 കിട്ടും. വീണ്ടും ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 25 കിട്ടും. ഇതിൽ ഏതാണ് വലുത്? 25 ആണ്. അപ്പോൾ ആ ഫ്രാക്ഷൻ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ 4/5 ഇസ് ലെസ് ദാൻ നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് ഇവിടേക്ക് 5/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല, ജസ്റ്റ് ഓർത്തപ്പോൾ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man bought an article for rupees 784, which included 12% GST. What is the price of the article before GST was added? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ ഒരു സാധനം വാങ്ങിച്ചു, അപ്പോൾ അയാൾ GST അടക്കം കൊടുത്ത വിലയാണ് 784 രൂപ. അതിൽ 12% ഇയാൾ കൊടുത്ത GST എങ്കിൽ ഇയാൾക്ക് GST ആഡ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ മേ ബി നമുക്ക് ഇവിടെ വേണ്ടത് ഒറിജിനൽ ആയിട്ടുള്ള പ്രൈസ് ആണ്. സോ ഒറിജിനൽ പ്രൈസിനെ ഞാൻ തൽക്കാലം X ആയിട്ട് ഇവിടെ അസ്യൂം ചെയ്യാണ്. സോ അതിൻ്റെ കൂടെ നമുക്ക് തന്നിരിക്കുന്ന GST 12% കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഫൈനൽ പ്രൈസ് ആണ് ഇവിടേക്ക് 784 റുപ്പീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഒറിജിനൽ പ്രൈസ് ആയ X പ്ലസ് അതിൻ്റെ കൂടെ 12% ഓഫ് X കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 784 റുപ്പീസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ X പ്ലസ് 12% എന്ന് വെച്ചാൽ 12 ഡിവൈഡഡ് ബൈ 100 ഓഫ് X ഇസ് ഈക്വൽ ടു 784. നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്സിന്റെ ആവശ്യമില്ല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഒരു വാല്യൂവിന്റെ കൂടെ അതിന്റെ 12% ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 1.12 ആയിരിക്കും കിട്ടുക. സോ 1.12x ഇസ് ഈക്വൽ ടു 784. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 784 ഡിവൈഡഡ് ബൈ 1.12. സോ 78400 ഡിവൈഡഡ് ബൈ 112 ആണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 4ഉം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ എത്ര തവണ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും നോക്കാം. ഒന്നെങ്കിൽ 2 ആണ്, 2 വെച്ചിട്ട് പക്ഷേ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ 7 നോക്കുക, 112 into 7 നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ 784 കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇത് 700 ആണ് ആൻസർ ആയിട്ട് വരിക. ദെയർഫോർ എക്സിന്റെ വാല്യൂ ഇവിടെ 700 റുപ്പീസ് ആണ്. സോ അതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 700 രൂപയാണ് ഇവിടെ ഒറിജിനൽ പ്രൈസ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, find the value of 3 1/6 plus 4 1/2 minus 2 2/3 minus 1 11/12. അപ്പോൾ കുറേ മിക്സ്ഡ് ഫ്രാക്ഷനിലുള്ള ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മിക്സ്ഡ് ഫ്രാക്ഷൻസിനൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്യണം അല്ലേ? 3 1/6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3 into 6 18 plus 1 19. 19 divided by 6 ആണ് ഇവിടേക്ക് വരിക. സോ 19/6 പ്ലസ് നെക്സ്റ്റ് 4.5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയാം 9/2 ആണ് വരിക. മൈനസ് ഓഫ് നെക്സ്റ്റ് 2 2/3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 into 2 6 പ്ലസ് 2 ഇവിടെ 8 ആണ്. 8/3 ആണ് വാല്യൂ ആയിട്ട് വരുന്നത്. അതിനുശേഷം 1 11/12 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 1 11/12 എന്ന് വെച്ചാൽ 12 into 1 വാല്യൂ എത്രയാണ്? 12 തന്നെയാണ്. അതിലേക്ക് 11 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് 23 കിട്ടും. 23 ഡിവൈഡഡ് ബൈ 12 ആണ് ആൻസർ ആയിട്ട് വരിക. സോ മൈനസ് ഓഫ് വീണ്ടും 23 ഡിവൈഡഡ് ബൈ 12 ആണ് ഇവിടേക്ക് വരിക. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ LCM എടുക്കണം. 6ഉം 2ഉം 3ഉം 12ഉം എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഇതിന്റെ LCM എടുക്കാൻ പറ്റുക 6 2 3 and 12 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ LCM എടുക്കാൻ പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഡിവിഷൻ മെത്തേഡ് ഉണ്ട്. അതൊന്നും ഇല്ലാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസിലി സോൾവ് ചെയ്യാം അല്ലേ? LCMന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. LCM കണ്ടുപിടിക്കാൻ കൂട്ടത്തിൽ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്യുക. ഇത് 12 ആണ്. ബാക്കിയുള്ള നമ്പേഴ്സ് ആ നമ്പേഴ്സിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 6 കൊണ്ട് ഡിവിസിബിൾ ആണ്, 2 കൊണ്ടും 3 കൊണ്ടും ആണ്. അപ്പോൾ ഇതിന്റെ LCM എന്ന് പറയുന്നത് അതേ നമ്പർ ആയിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിലോ ഈ നമ്പറിന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിളിനെ എടുത്തു നോക്കുക, അത് ഇതുപോലെ ഡിവിസിബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഏത് മൾട്ടിപ്പിൾ ആണോ ഡിവിസിബിൾ ആവുന്നത് അതായിരിക്കും LCM. അപ്പോൾ ചെറിയ നമ്പേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് LCM കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ HCF കണ്ടുപിടിക്കാനും മെത്തേഡ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജസ്റ്റ് കോമൻസിൽ പറഞ്ഞാൽ മതി. ഷോർട്ട് കട്ട്സ് എടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് ക്ലാസ്സസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ LCM 12 ആണെന്ന് മനസ്സിലായി. സോ അപ്പോൾ ഇതിനെ നമ്മൾ
6 ഇൻറ്റു 2 ആണ് 12. ഇവിടെ ഇൻറ്റു 2 ചെയ്യും. ഇവിടെ ഇൻറ്റു 6 ആണ്, ഇവിടെയും ഇൻറ്റു 6 ആണ്, ഇവിടെ ഇൻറ്റു 4 ആണ്, ഇവിടെയും ഇൻറ്റു 4 ചെയ്യണം, ഇവിടെ ഇൻറ്റു 1, ഇവിടെ ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എടുക്കുക. നമുക്ക് ആദ്യം 19 ഇൻറ്റു 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 38 വരും, പ്ലസ് 9 ഇൻറ്റു 6 ചെയ്തിട്ടുണ്ടെങ്കിൽ 54 വരും, മൈനസ് ഓഫ് ഇവിടേക്ക് 32 മൈനസ് ഓഫ് 23 ഹോൾ ഡിവൈഡഡ് ബൈ 12 ആണ് നമ്മുടെ ക്വസ്റ്റിന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സോൾവ് ചെയ്യാൻ ആയിട്ട് പോകുന്നത് ഇതെല്ലാം കൂടി ആദ്യം ആഡ് ചെയ്തിട്ട് ഇതിന്റെ സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്? 38ഉം അതുപോലെ തന്നെ 54ഉം ആണ് ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. 12ഉം 80ഉം കൂടെ ആഡ് ചെയ്താൽ 92 കിട്ടും, മൈനസ് ഓഫ് അടുത്തത് നമുക്ക് 23ഉം പിന്നെ ഏതാണ് 32ഉം കൂടെ ആഡ് ചെയ്യണം. 5ഉം 50ഉം കൂടെ 55 കിട്ടും അല്ലെ, ഡിവൈഡഡ് ബൈ 12 ആണ്. 92ൽ നിന്നും 55 പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്? 37 ആണ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, സോ ഇവിടേക്ക് 37 ഡിവൈഡഡ് ബൈ 12 ആണ് ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ദ റിക്വയർഡ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു 37 ഡിവൈഡഡ് ബൈ 12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 37/12 ഓപ്ഷൻ നമ്പർ സിയിലുണ്ട്. അതാണ് അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ വന്നാൽ തീർച്ചയായിട്ടും കോമന്റ്സിലൂടെ എഴുതി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.